വിചാരിച്ചോടത്ത് എത്തില്ല, പൈമന്ന് കൊണ്ടും. തെങ്ങിന്റെ ഓലയാണെങ്കിലും അതങ്ങ് നടക്കും. ഇനി ഒന്നുമില്ലെങ്കിൽ ആ കുരിച്ചുട്ടി മിന്നിട്ടെങ്കിലും തടിയലാമത്താക്കാം. ആ ജാതീയ സാധനം. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ മുസ്ലിം രാഷ്ട്രീയത്തെ അപഹസിക്കാൻ യാതൊരു നിലക്കും ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റുകാരന് അധികാരം. എന്റെ വാദം, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ ലക്ഷ്യത്തിലല്ല ഇപ്പൊ സഞ്ചരിക്കുന്നത്. എന്താ അറിയോ? കയ്യൂരിന്റെ, കരിവള്ളൂരിന്റെ, കാവുമ്പായിയുടെ, മുനയംകുന്നിന്റെ, പാടിക്കുന്നിന്റെ, തില്ലങ്കേരിയുടെ, പുന്നപ്രയുടെ, വയലാറിന്റെ ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. ആ പറഞ്ഞ ചരിത്രമൊക്കെ ഈ രാജ്യത്തെ പാവങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത് മരിച്ചവരുടെ ചരിത്രം. ഞാനത് അംഗീകരിക്കുന്നു. പുന്നപ്രയിലും വയലാറിലും സർസിപിക്കെതിരെ പോരാട്ടം ചെയ്ത് മരിച്ചവർ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്. കയ്യൂരിന്റെ മണ്ണിൽ മരിച്ചു വീണത് ജന്മിത്വത്തിനെതിരായിട്ടാണ്. കരിവള്ളൂരിൽ നിങ്ങൾ മരിച്ചത് ജന്മിത്വത്തിനെതിരായിട്ടാണ്. പുന്നപ്രയിലും വയലാറിലും കയ്യൂരിലും കരിവള്ളൂരിലും കാവുമ്പായിലും മുനയംകുന്നത്തും പാടിക്കുന്നിലും തില്ലങ്കേരിയിലും മരിച്ചത് ജന്മിമാരോട് ഏറ്റുമുട്ടിയ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ എവിടെ നിൽക്കുന്നു എന്ന് സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാർ പഠിക്കട്ടെ. കയ്യൂരിന്റെ മണ്ണിൽ നമ്മൾ ഉയർത്തിപ്പിടിച്ച ചെങ്കൊടി ഇപ്പൊ കിളിരൂരിന്റെ പെണ്ണിൽ അവസാനിച്ചിരിക്കുന്നു. പിണറായിയുടെ പാറപ്പുറത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനിച്ചതെങ്കിൽ പിണറായി വിജയന്റെ കാലഘട്ടത്തിലാണ് അതിന്റെ അസ്തമനം. അതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയിട്ടുള്ള ആപത്ത്. എന്തുകൊണ്ട് പിണറായിയുടെ കാലഘട്ടത്തിൽ പാർട്ടി ഇങ്ങനെയായി? എന്തിനു വേണ്ടിയാണ് പിണറായിയുടെ പാറപ്പുറത്ത് നമ്മൾ പാർട്ടി ഉണ്ടാക്കിയത്? ആ കാര്യം ഇവിടുത്തെ സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാർ പരിശോധിക്ക്. കോൺഗ്രസിനെ പിന്തുണക്കാൻ നമുക്കൊരു പാർട്ടി വേണോ? കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ നമുക്കൊരു രാഷ്ട്രീയ സംഘടന വേണോ എന്ന് സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാർ പഠിക്കട്ടെ. ഇനി ഇവിടെ വരും ഹംസ, നമ്മളിത് പറഞ്ഞാൽ അപ്പോൾ ഒരു കൊണ്ടൊരു ഹംസാനെ, എന്നിട്ട് ഹംസ വന്നിട്ട് നമ്മളെ കുറെ തെറി പറയും. ഇതിനുത്തരം പറയണം. പക്ഷേ ഇതിനുത്തരം പറയാൻ ഹംസക്ക് കഴിയില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ഹംസ കോൺഗ്രസിലാണ്. ഹംസാക്കാർക്ക് കമ്മ്യൂണിസ്റ്റ് അറിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയത് കോൺഗ്രസിനെ എതിർക്കാനാന്നുള്ള എന്റെ വാദം കൗണ്ടർ ചെയ്യാൻ കോൺഗ്രസ് ആയ ഹംസക്ക് കഴിയില്ല. സത്യത്തിന് കോൺഗ്രസ് ഉള്ളുകൊണ്ട് സന്തോഷിക്കുന്നുണ്ട് ഹംസ. എന്താ കാര്യം? എന്റെ കോൺഗ്രസ് ഗവൺമെന്റിന് എനിക്ക് പിന്തുണ കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷം. ഉള്ളിലത് ഉണ്ടാവും, ആർക്കാരുണ്ടാവുമല്ലോ. നമ്മൾ എന്തായിക്കോട്ടെ, അവനാൻ വിറ്റ പറമ്പ് അതിന്റെ അടുത്ത് കൂടെ പോകുമ്പോ തെങ്ങുമൊക്കെ നോക്കാക്കൂല അല്ലേ? എന്റെ വാപ്പ വെച്ച തയ്യാണ് കേട്ടോ. ആ തയ്യാണെന്നുള്ളൊരു ഓർമ്മ ഹംസന്റെ മനസ്സിലുണ്ട്. അതില്ലാന്ന് നിങ്ങൾ പറയണ്ട. എല്ലാം ഉണ്ടാവും ഇങ്ങനെ പോകുമ്പോ. കോൺഗ്രസിനെ അങ്ങനെ കാണുമ്പോ നമ്മൾ വളർത്തിയ കോൺഗ്രസ്സാണ്, ഭരിച്ചോട്ടെ. ഉള്ളിന്റെ ഉള്ളിൽ പൂതി ഉണ്ടാവും. ഹംസാക്ക വന്നാൽ എന്താ പറയാ, കുഞ്ഞാലിക്കുട്ടിന്റെ കുട്ടി തന്നെയാണ്. ആ കുട്ടി മൂത്ത് നോക്കിയാലേ അറിയാം. ഏത് കുട്ടിയെ? റജീന്റെ അടുത്തുള്ള കുട്ടിയെ. ആ കുട്ടിക്ക് വയസ്സെത്രയാ? 1.5. ഈ സംഭവം 7 കൊല്ലം മുമ്പുണ്ടായത്. 7 കൊല്ലം മുമ്പുണ്ടായ സംഭവത്തിൽ 1.5 വയസ്സായ കുട്ടി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ മറിയം ബീവിക്ക് ഉണ്ടാകട്ടെ ചങ്ങായിമാരെ. മറിയം ബീവിക്ക് മാത്രമാണ് അങ്ങനെ ഒരു കുട്ടി അല്ലാഹു തആല ജനിപ്പിച്ചത്, ഈസാ നബിനെ അല്ലേ? ഇതെന്തൊരു കഥയാണ്. 7 കൊല്ലം മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ട് ഇപ്പൊ പറയാം 1.5 വയസ്സായ കുട്ടിനെ കാട്ടിട്ട് കുട്ടിനെ മുഖത്ത് നോക്കി. അത് തന്നെയാണ് ഹംസ നാൾ പ്രസംഗിക്കുക ഉളുപ്പില്ലാതെ. ഹംസ പ്രസംഗിക്കാണ്. ആ കുട്ടിനെ മുഖത്ത് നോക്കി. അത് തന്നെ. ഏത് തന്നെ? ആ കുട്ടിനെ മുഖത്ത് നോക്കി അച്യുതാനന്ദന്റെ കോലാകാണ്ട്. കാരണം 1.5 കൊല്ലമായിട്ടുണ്ട് നിങ്ങൾ മെനക്കെട്ടിട്ടതിന്. നിങ്ങൾ ഈ ഏർപ്പാടിന് മെനക്കെട്ടിട്ട് 1.5 കൊല്ലമായിട്ടുള്ളൂ. കുട്ടിക്ക് 1.5 വയസ്സുള്ളൂ. അപ്പൊ ആ ജാതി ഭർത്തി. ഇനി ഞാൻ പറയും, നിങ്ങളോട് വിട്ടുവീഴ്ചല്ല. കാരണം ഞങ്ങൾ ഇനി നിങ്ങളെ പിന്നാലെ നടന്നിട്ട് നിങ്ങളെ ശരിയാക്കാൻ തന്നെ തീരുമാനം. രാഷ്ട്രീയമായിട്ട് ഞങ്ങളോട് ഏറ്റുമുട്ടാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ ഈ പറഞ്ഞ നല്ല കാര്യങ്ങളിൽ ഒന്നെങ്കിലും നിങ്ങൾ ചെയ്തു എന്ന് ജനങ്ങളോട് പറയാൻ കഴിയില്ല. നിങ്ങളെ ഭരണത്തിൽ കാര്യമായിട്ടുണ്ടായത് എന്താണ്? ജനകീയാസൂത്രണം. ജനകീയാസൂത്രണത്തിന്റെ കഥ ഞാൻ പറയണോ? അച്യുതാനന്ദൻ പറഞ്ഞല്ലോ. തോമസ് ഐസക് എന്ന് പറയുന്ന MLA, റിച്ചാർഡ് ഫ്രാങ്ക് എന്ന് പറയുന്ന അമേരിക്കൻ ചാരന്റെ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങി എന്ന് പറഞ്ഞത് ഞാനല്ല, സാക്ഷാൽ VS അച്യുതാനന്ദൻ. അന്വേഷിക്കണം എന്നാ പറഞ്ഞു. അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോ ഇയാൾ പരാതി കൊടുത്തു പാർട്ടിക്ക്. ആ പരാതി പറഞ്ഞപ്പോ അച്യുതാനന്ദൻ പറഞ്ഞു അത് മാത്രം അന്വേഷിച്ചാൽ പോരാ, അന്ന് മന്ത്രിയായിരുന്നത് ആരാണോ ഓനെ പറ്റി അന്വേഷിക്കണം, പാലോടിനെ പറ്റി. പാലോടി മുഹമ്മദ് കുട്ടിക്കും പങ്കുണ്ടെന്ന് അയാൾ പറയുന്നത്. റിച്ചാർഡ് ഫ്രാങ്കിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് തോമസ് ഐസക് പാലോടി മുഹമ്മദ് കുട്ടിക്കും വിഹിതം കൊടുത്തു എന്ന് പറഞ്ഞത് അച്യുതാനന്ദന, ഞങ്ങളാരുമല്ല. അപ്പൊ നിങ്ങളെ കുളം പറയണ്ട. പിന്നെ സമ്മേളനങ്ങൾ നടത്താൻ പഠിച്ചവങ്ങൾക്ക് അവസരം തന്നില്ലല്ലോ. ഇപ്പൊ ഇവിടെ ഉബൈദുള്ള പറഞ്ഞു, മലപ്പുറത്ത് സമ്മേളനം നടന്നത് പെരിന്തൽമണ്ണയിലാണ്. ആ സമ്മേളനത്തിന് 2500 റെഡ് വളണ്ടിയർമാരുണ്ടാവുന്ന ഇറ്റങ്ങൾ കാത്തു കുത്തിരുന്ന് അവസാനം 5 മണിക്കൊരു അനൗൺസ്മെന്റ്. റെഡ് വളണ്ടിയർമാരുടെ യൂണിഫോം ബാംഗ്ലൂരിൽ നിന്ന് തുന്നിക്കിട്ടാത്തത് കൊണ്ടിട്ട് റെഡ് മാർച്ച് നിർത്തി വെച്ചിരിക്കുന്നു. തുണിങ്കുപ്പായം കിട്ടേറ്റ്. നിങ്ങൾ കേട്ടത് തൊണ്ടു കടഞ്ഞിട്ട് കപ്പലിൽ കയറി. വളണ്ടിയർമാർക്ക് യൂണിഫോം ഇല്ലെങ്കിൽ അവനട്ട തുണിയും കുപ്പായം എടുത്തിട്ട് 2500 ആൾക്ക് ഒന്ന് നടന്നു നോക്കിയൂടെ? ഞാൻ അങ്ങാടി കൂടെ എത്ര നിങ്ങളെ വലിപ്പം എന്നറിയാം. എന്നിട്ട് പിറ്റേന്ന് പറഞ്ഞു, റെഡ് വളണ്ടിയർമാരുടെ യൂണിഫോമുമായി വരുന്ന വാഹനം വഴിയിൽ കേടായി. ആ വാഹനം കേടെന്നാ വേറെ ഒന്ന് കൃത്യമായിട്ടെന്നല്ല വാർത്ത.
അതിപ്പോ എന്താ വെച്ചാൽ സംഗതിയില്ല. അതിന്റെ പിറ്റേന്ന് പറഞ്ഞു കേരളത്തിലെ തയ്യൽ തൊഴിലാളികൾ പ്രതിഷേധിക്കും എന്നതുകൊണ്ടാണ് ബാംഗ്ലൂരിൽ തുന്നാൻ കൊടുത്ത വിവരം നേരത്തെ പറയാതിരുന്നത്. എന്താ ഇവിടെ 60 റുപ്യ എടുക്കണം ഷർട്ട് തുന്നാ, അവിടെ 20 റുപ്യ എടുത്താൽ മതി. അപ്പൊ ആദായത്തിന് കൊണ്ടുപോയി മാർക്സിസ്റ്റുകാർക്ക് പറയാൻ വയ്യല്ലോ, അതുണ്ടാകുന്നു. സംഗതി എന്തായിരുന്നു വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് കോഴി ആയിരുമ്പോ കയറി ഒരു കോലായി ആ സമ്മേളനം. എന്നാ അത് കഴിഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചു വയനാട് ഗംഭീരാവും, അന്ന് ഏകനാരം മരിച്ചു, അതും പോയി. പിന്നെ നമ്മൾ വിചാരിച്ചു കോഴിക്കോട് ശരിയാവും, അന്ന് ദിപ്പൻ ചക്രവർത്തി മരിച്ചു, അതും പോയി. പടച്ചങ്ങളെ വിടുന്നില്ല. എന്തെങ്കിലും മനസ്സിലാക്കാത്തത്? നിങ്ങളുടെ സമ്മേളനത്തിന് അന്ന് എന്നെ ഈ ആള് മരിച്ചാൽ നിൽക്കണ എന്താ? പിന്നെ 2 സമ്മേളനം വന്നു, സുനാമിയും വന്നു. 5 സമ്മേളനം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. എന്നിട്ടോ അത് ഏറ്റവും വലിയ രസം കാര്യങ്ങൾ ചത്തിട്ട് 7 ദിവസം കഴിഞ്ഞിട്ട് ആ നിലയും വിളി നിറഞ്ഞ മാതിരി ഇന്നലെയാണ് കോഴിക്കോട് സമ്മേളനത്തിന്റെ പ്രകടനം. ഞാൻ ഇന്നലെ വരാൻ പറഞ്ഞു. ഞാൻ ഇന്നലെ കൊന്നോത്തുപറമ്പ് എന്ന് പറഞ്ഞ പെരിങ്ങളം മണ്ഡലത്തിൽ PR ഗ്രൂപ്പിന്റെ നാട്ടിൽ പ്രസംഗിക്കാൻ പോയി മടങ്ങി വരുമ്പോ പേരാമ്പ്രയിൽ പ്രകടനം കഴിഞ്ഞ് പോവുക. എന്തേന്ന് ചോദിച്ചു, ഇന്നേ ഇനി പ്രകടനം. സമ്മേളനം വെച്ചു. സമ്മേളനം 27-ാം തീയതി. 27-ാം തീയതി കഴിഞ്ഞ സമ്മേളനത്തിന് 11-ാം തീയതി പ്രകടനം. പോരെ? എവിടെ എത്തി മാർക്സിസ്റ്റുകാർ? സാധാരണ 27-ാം തീയതി പ്രകടനം നടത്തി 11-ാം തീയതി സമ്മേളനം നടത്താം. ഇതങ്ങനെയല്ല, 27-ാം തീയതി സമ്മേളനം നടത്തിയിട്ട് 11-ാം തീയതി പ്രകടനം. അപ്പൊ എവിടുക്ക നിങ്ങളെ പോക്ക് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു കാര്യം ഞാൻ പറയാം, കടലിലാണ് സുനാമി ഉണ്ടായി വെള്ളം അടിച്ചു കയറിയിട്ട് കര തകർന്നതെങ്കിൽ ഇത് കരയിലെ സുനാമിയായി ലീഗിന്റെ. ഈ കൊടുങ്കാറ്റിൽ മാർക്സിസ്റ്റ് പാർട്ടി തകർന്ന് തരിപ്പണാകും, ഒരു സംശയം വേണ്ട. മഹാനായ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് നടത്തുന്ന ഈ സുനാമി ഉണ്ടല്ലോ, ഇതൊരു വല്ലാത്ത സുനാമിയാണ്. ഞങ്ങളറിയെങ്കിൽ യോഗം വെച്ച എവിടുന്ന ഈ മനുഷ്യന്മാർ വരുന്ന എനിക്കറിയില്ല. മനുഷ്യന്മാർ വന്നിട്ട് ഇത് കേൾക്കാണേ, കേട്ടത് തന്നെ കേൾക്കാൻ പിന്നെയും പൂതി. മാർക്സിസ്റ്റ് പാർട്ടി യോഗം വെച്ച് നോക്കുമ്പോഴോ ഇതാൽറ്റിയാക്കാം. ഇപ്പൊ ഇന്നലെ ഉണ്ട് മലപ്പുറത്ത് 2 ആള് താങ്ങിക്കൊണ്ടിരുന്നു. ഞങ്ങളെ പറ്റി എന്താ പറഞ്ഞത്? വയസ്സന്മാര് കഴിവില്ല അല്ലേ, തെങ്ങന്മാരെ പാർട്ടി എന്നാ. ഇത് സൈതാലിക്കുട്ടിയുടെ പാർട്ടി എന്ന് പറഞ്ഞോ. ഞങ്ങൾക്ക് സൈതാലിക്കുട്ടിനെ എത്രാമത്തെ തവണ ഞങ്ങൾ സെക്രട്ടറി ആക്കണ്? വേറെ ആരും ഞങ്ങളെ പാർട്ടിയിൽ എന്തേ മെർമാസ്റ്റിക്കുള്ള കുറവ്? അപ്പോ നിങ്ങളെ പാർട്ടിയിൽ ആളെ വേറെ എടുക്കാൻ വയ്യ. തൃശ്ശൂരിലോ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 9 മണി വരെ എന്തിനാണ് നിങ്ങൾ ഒരു സെക്രട്ടറി തെരഞ്ഞെടുക്കാൻ? 13 മണിക്കൂർ ചർച്ച, എന്നിട്ട് തെരഞ്ഞെടുത്തോ ഇല്ല. അവസാനം കോംപ്രമൈസ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്നുള്ളത് നാട്ടുകാർ അറിയാൻ തുടങ്ങി. അഭിപ്രായ വ്യത്യാസത്തിന്റെ വേലിയേറ്റത്തിൽ ആ പാർട്ടി തകരാൻ പോവുക. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ യുവാക്കളോട് പറയാനുള്ളത്, ശക്തമായി നമ്മൾ ഈ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ നിൽക്കണം. വർദ്ധിത ജനകോടികൾക്ക് മോചനം നൽകാൻ മുസ്ലിം ലീഗിനെ കഴിയൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഇന്ത്യയിലെ 1-ാം നമ്പർ മനുഷ്യന്മാരാ, നമ്പർ 1 പൗരന്മാർ. ഈ പൗരത്വം നിങ്ങൾക്ക് നേടിത്തന്നത് മുസ്ലിം ലീഗാണ്. നിവർന്നു നിൽക്കാൻ ഒരു നട്ടലും ഉയർത്തിപ്പിടിക്കാൻ ഒരു ശിരസും ചോദിക്കാൻ ഒരു നാക്കും വാങ്ങാൻ ഒരു കയ്യും ഈ സമുദായത്തിന് നൽകിയത് ലീഗാണ്. ലീഗില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 4 സാധനവും നമുക്ക് ലഭിക്കുമായിരുന്നില്ല. ഉത്തരേന്ത്യയിലെ പാവങ്ങൾ ഇപ്പോ കയറി കിടക്കാൻ ഒരു LP സ്കൂളിന്റെ കോലായി കാണാതെ കഷ്ടപ്പെടുമ്പോ ഈ കേരളത്തിലെ മുസ്ലിമീങ്ങൾ മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും നടത്തുന്നവരായി മാറി. ബഹുമാനപ്പെട്ട NV കൃഷ്ണവാര്യർ CH-ന്റെ മരണാനന്തരം കുങ്കുമം വാരികയിൽ എഴുതി, 22 കൊല്ലക്കാലം കൊണ്ട് CH മുഹമ്മദ് കോയ ഒരു നൂറ്റാണ്ട് കൊണ്ടൊരു ജനതയ്ക്ക് നേടാൻ കഴിയാത്തത് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് നേടിക്കൊടുത്തിട്ടുണ്ട്. ആ മഹാനായ നേതാവിന്റെ ചരമത്തിൽ എനിക്കുള്ള അനുശോചനം അറിയിക്കുന്നതോടൊപ്പം ഈ സമുദായത്തിന് വേണ്ടി പ്രവർത്തിച്ച ആ മനുഷ്യനെ ഞാൻ ഓർക്കുന്നു എന്നാണ് മാതൃഭൂമി വീക്കിലി എഡിറ്റർ NV കൃഷ്ണവാര്യർ പറഞ്ഞത്. ആ കാര്യം നിങ്ങളൊക്കെ ഓർക്കുക. CH-ഉം ലീഗും ഇന്ന് മുസ്ലിം ലീഗിന്റെ നേതാവ് പാണക്കാട് തങ്ങളാണ്. ആ തുമ്പപ്പൂവിന്റെ പരിശുദ്ധിയുള്ള നേതാവിന്റെ പിന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്കെല്ലാവർക്കും സാധ്യമാകുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷമുണ്ട്. മുസ്ലിം ലീഗിന് മുന്നോട്ട് പോകാൻ കഴിയും. മഹത്തായ ഈ പ്രയാണത്തിൽ നിങ്ങളൊക്കെ ഉണ്ടാകണം. മുസ്ലിം ലീഗ് എങ്ങോട്ട് എന്ന ചോദ്യത്തിന് മുന്നോട്ട് എന്ന ഉത്തരം പറയാൻ മുഴുവൻ യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർക്കും കഴിയണം. നിങ്ങളുടെ കയ്യിൽ ഈ പതാക ഏൽപ്പിച്ച് മൺമറഞ്ഞു പോയ നമ്മളുടെ പൂർവികന്മാരുണ്ടല്ലോ, ആ പൂർവികന്മാർ ഈ രാജ്യത്ത് എന്തിനു വേണ്ടി പ്രവർത്തിച്ചോ ആ മാർഗത്തിലൂടെ നിങ്ങളും സഞ്ചരിക്കുക. അള്ളാഹുവിന്റെ അനുഗ്രഹം നമുക്കുണ്ടാകും. ഈ വിജയത്തിന്റെ പാതയിലൂടെ വിപ്ലവത്തിന്റെ വൈജയന്തിയുമായി വരും കാലങ്ങളിൽ ഈ സമുദായത്തിന് നേതൃത്വം കൊടുക്കാൻ നമ്മളുടെ ഈ പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് കഴിയുമാറാകുന്ന രൂപത്തിൽ ഇതിനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. നമുക്കൊരു പൂർവ്വകാല ചരിത്രമുണ്ട്. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് ഏകാധിപത്യത്തിനെതിരിൽ വിരിമാറ് കാട്ടി വീരത്യാഗം ഭരിച്ച ധീരദേശാഭിമാനികളായ മലബാറിലെ മാപ്പിളമാരുടെ മക്കളാണ് നമ്മൾ.
വിദേശാധിപത്യത്തിന്റെ വിഴുപ്പലക്കാൻ പോയ അധികാരി ചേക്കുട്ടിയുടെ തല വെട്ടി കാളവണ്ടിയിൽ കെട്ടിത്തൂക്കി സ്വരാജ്യ സ്നേഹം തെളിയിച്ച വാരിയംകുന്നത്ത് കുഞ്ഞാമദാജിയുടെ പിന്മുറക്കാരാണ് നിങ്ങൾ. ആ കുഞ്ഞാമദാജിയുമായി ഏറ്റവും ബന്ധമുള്ള പ്രദേശത്തുകാരാണ് നിങ്ങൾ. അതുമാത്രമല്ല, ആദർശത്തിന്റെ വരിപീഠത്തിൽ ജീവൻ ആത്മാഹൂതി ചെയ്ത അലി മുസ്ലിയാർ, ജനിച്ച മണ്ണിൽ ഉറച്ചു നിൽക്കാൻ ഭാരതപ്പുഴയെ ചോരക്കടലാക്കി മാറ്റിയ താനൂരിലെ കുഞ്ഞിക്കാതർ, ചമ്പൻ പോക്കരും ചമ്പകശ്ശേരി തങ്ങന്മാരും ഈ സമുദായത്തിന് വേണ്ടിയാണ് മരിച്ചു വീണത്. ആ മഹാരഥന്മാരായ നേതാക്കന്മാരെ ഓർത്തുകൊണ്ട് മനുഷ്യസ്നേഹപരമായ പ്രവർത്തനത്തിൽ മുസ്ലിം ലീഗിന് മുന്നോട്ട് പോകാനുള്ള മുഴുവൻ ആർജവവും നിങ്ങൾ നൽകണം എന്ന് വിനയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്ക് കേട്ടതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.